ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ് നോർമൽ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ സിസേറിയന് ശേഷം എപ്പോൾ പ്രസവരക്ഷ തുടങ്ങണം എന്നുള്ളത്. നോർമൽ ഡെലിവറിക്ക് ശേഷം 5 മുതൽ 7 ദിവസത്തിന് ശേഷമാണ് നമ്മൾ പ്രസവരക്ഷ തുടങ്ങുന്നത്. സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ആ വൂണ്ട് ഹീൽ ചെയ്യുന്നവർ, സിസേറിയൻ്റെ വൂണ്ട് ഹീൽ ചെയ്യുന്നവർ നോർമലി 14 മുതൽ 15 ദിവസത്തിനകം വൂണ്ട് ഹീലാവും. ആ വൂണ്ടിന് ചുറ്റുമുള്ള റെഡ്നെസ്സും മറ്റു ബുദ്ധിമുട്ടുകളും മാറുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രസവരക്ഷ തുടങ്ങുന്നത്. പ്രസവരക്ഷയിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വേദകുളിയാണ്. വേദ് കുളിക്കുന്ന സമയത്ത് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളിയാണ്. എന്തുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ നമ്മൾ പ്രസവരക്ഷ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്നാൽ ഓരോ രോഗികളും വ്യത്യസ്തരായിരിക്കാം. ശരീരപ്രകൃതി കൊണ്ടും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വെവ്വേറെ ആയിരിക്കാം. എന്നതിനാൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ എണ്ണയും മറ്റു ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളും നിങ്ങൾക്ക് അനുയോജ്യമായതായിരിക്കും ഡോക്ടർ തരുന്നത്. പ്രധാനമായും എണ്ണ തേച്ച് കുളിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ ധന്വന്തരം തൈലം, ധന്വന്തരം മുക്കൂട്ട്, പിണ്ടതൈലം എന്നിവയാണ്. എന്നിരുന്നാലും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് തന്നെ ഇത് എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. എണ്ണ തേച്ചതിന് ശേഷം വേദകുളി, വേദവെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നാൽപ്പാമരാതിപ്പട്ട, വേപ്പിൻപട്ട എന്നിവ ചെമ്പ് പാത്രത്തിൽ തിളപ്പിച്ച് തലേ ദിവസമേ തിളപ്പിച്ച് സൂക്ഷിക്കുന്നതാണ് വേദവെള്ളം.